പെന്തക്കോസ്താ തിരുനാൾ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് പെന്തക്കോസ്താ തിരുനാൾ ആണ്. കർത്താവ് ഈശോ മിശിഹായിലുള്ള ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ പൂർത്തിയാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടിയാണ്. സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ പക്കൽ നിന്നുമുള്ള വചനമായ ദൈവപുത്രൻ്റെ ഇറങ്ങിവരൽ. ദൈവത്തിൻ്റെ പക്കലേക്കുള്ള ഒരു കരയേറ്റത്തിലൂടെയാണ് മടക്കയാത്രയാകുന്നത്, അത് പൂർത്തിയാകുന്നത്. അതിന് സ്വർഗാരോഹണം എന്ന പേരാണുള്ളത്. മറഞ്ഞു പോകുന്ന ഒരു ദൈവത്തെ അവതരിപ്പിച്ചിട്ടല്ല അവിടുന്ന് സ്വർഗാരോപിതനായത്. നിരന്തരം നമ്മോട് കൂടെയായിരിക്കുന്ന ഒരു പകരക്കാരനെ, ഒരു സഹായകനെ വാഗ്ദാനം ചെയ്തിട്ടാണ് അവിടുന്ന് സ്വർഗം എന്ന പുതിയ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത്. അത് പിതാവിൻ്റെ സാന്നിധ്യമാണ്. അത് നിത്യഭവനത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ദൈവത്തിൻ്റെ രഹസ്യാത്മകതയെ അങ്ങനെയാണ് അവിടുന്ന് നമ്മുടെ മുമ്പിൽ ചിത്രീകരിച്ചത്. അതുവഴി അവിടുന്ന് സ്വർഗത്തിനു വേണ്ടിയുള്ള ഗ്രഹാതുരത്വം നമ്മിൽ ഉണർത്തി. മരണത്തിനും അപ്പുറത്തേക്ക് പ്രത്യാശയുടെ വഴി അവിടുന്ന് തുറന്നു. അവിടുത്തെ വിടപറയലിൻ്റെ വാക്കുകൾ ഇവിടെ അനുസ്മരിക്കാം. ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഞാനിത് നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എന്നാൽ തൻ്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഈശോയുടെ സ്വർഗാരോഹണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പകരക്കാരനെ ഇറങ്ങിവരൽ. പിതാവിൻ്റെ വാഗ്ദാനമാണത്. പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആന്തരികതയുടെ ചൈതന്യമായ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലോ ഒരു സ്ഥലത്തോ മാത്രമല്ല സാന്നിധ്യമാകുന്നത്. അത് എല്ലാവർക്കുമായി പങ്കുവയ്ക്കപ്പെടുന്ന സാന്നിധ്യമാണ്. അഗ്നിയായി, തീനാളമായി, നാവുകളായി പങ്കുവയ്ക്കപ്പെടുകയാണ് ദൈവത്തിൻ്റെ ആത്മാവിലുള്ള പുതിയ സാന്നിധ്യം. ശിഷ്യന്മാരിൽ ഓരോരുത്തരിലും പരിശുദ്ധാരൂപി താഴ്ന്നിറങ്ങുമ്പോൾ ദൈവവചനം വീണ്ടും വാചാലമാകുന്നു. എല്ലാവർക്കും ഗ്രാഹ്യമാകുന്ന ഭാഷയിൽ എല്ലാവരോടും സംസാരിക്കുന്ന അരൂപിയുടെ സാന്നിധ്യമായിരുന്നു അഗ്നിയായിട്ട് ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ ചൂടുപിടിപ്പിക്കുന്ന അഗ്നിയാണ് അരൂപി. ദൈവത്തിൻ്റെ സ്നേഹമാണ് അഗ്നിയായി പ്രത്യക്ഷപ്പെട്ടത്. പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലുമായിരിക്കുന്ന ആ വലിയ രഹസ്യത്തിൻ്റെ അടുത്ത ആവിഷ്കാരമാണ് പരിശുദ്ധാത്മാവ്. സ്നേഹമായിട്ടാണ് ദൈവത്തിൻ്റെ ആന്തരികതയുടെ രഹസ്യം വെളിവാകുന്നത്. അതുവഴിയാണ് പരിശുദ്ധാത്മാവ് ഈശോയുടെ പകരക്കാരനാകുന്നത്. കർത്താവ് ഈശോ പഠിപ്പിച്ചത് ഓർമ്മിപ്പിക്കാനും ഉറപ്പിക്കുവാനും ആണ് ഈ അരൂപി ഇറങ്ങി വരുന്നത്. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എല്ലാറ്റിനെയും നവീകരിക്കുകയും പുതുതാക്കുകയും ചെയ്യുന്ന സാന്നിധ്യമായിരിക്കും സഹായകൻ എന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്ക് അനുസ്മരിക്കാം. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നിയമം പാലിക്കാനാണ് അവിടുന്ന് സഹായകനെ അയക്കുന്നത്. ഈ സഹായകൻ നമ്മോടൊത്ത് വസിക്കുന്നവനാണ്. നമ്മോടൊത്ത് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുക എന്നതാണ്. തനിച്ചായിരിക്കുന്നതിലൂടെയുള്ള അനാഥത്വത്തിൽ നിന്നാണ് ഉള്ളിൽ വസിക്കുന്ന ഈ സാന്നിധ്യം നമ്മെ രക്ഷിക്കുന്നത്. ഇവിടെ കർത്താവിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പോൾ എന്നേക്കും നിങ്ങളോടൊത്തായിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിലായിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടെ പരിശുദ്ധത്വത്തിൻ്റെ രഹസ്യം നമ്മുടെ ആന്തരികതയുടെ രഹസ്യം തന്നെയാവുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മിൽ വസിക്കും. നമ്മൾ അവിടുത്തെ ഭവനമായിത്തീരും. പരിശുദ്ധത്വം നമ്മുടെ ആന്തരികതയിൽ നമ്മൾ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യമാകും. കർത്താവിൻ്റെ വാക്കുകളെ ഇവിടെ നമുക്ക് സ്മരിക്കാം. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് നിങ്ങൾ അറിയും. ഈ അറിവ് നമ്മിൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വാക്കുകൾ നമ്മെ അനുസ്മരിപ്പിക്കുന്ന സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ആത്മാവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന വിശുദ്ധ അഗസ്ത്യോനോസിൻ്റെ വാക്കുകൾ അദ്ദേഹം ഇവിടെ നിന്ന് കടമെടുത്തതാണ്. അവബോധവും അറിവും ഓർമ്മിക്കലും പ്രതീക്ഷയും ഒക്കെയാണ് ആത്മാവ്. അവയെല്ലാമാണ് ആന്തരിക ജീവനായി നമ്മൾ അനുഭവിക്കുന്നത്. അത് തങ്ങി നിൽക്കുന്ന സാന്നിധ്യാനുഭവമാണ്. അതൊരു ഭവനാനുഭവമാണ്. സ്നേഹം ചൂഴ്ന്നു നിൽക്കുന്ന അനുഭവമാണ്.
സ്നേഹം തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യാനുഭവം. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനെ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇന്ന് വിശുദ്ധ യോഹന്നാനാണ് കർത്താവിന്റെ വാക്കുകളെ അനുസ്മരിപ്പിച്ച് അവയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന വലിയ രഹസ്യത്തെ സ്വർഗത്തിൽ നിന്നും ആന്തരികതയുടെ രഹസ്യമായി ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെയും സ്നേഹത്തിന്റെയും അറിവിന്റെയും പക്കലേക്കുള്ള ഒരു കരയേറ്റത്തിലൂടെയാണ് മടക്കയാത്ര. ഈ അറിവിലേക്ക് നമ്മൾ വളരുമ്പോൾ നമ്മൾ പരിസ്ഥിതിത്വത്തെ നമ്മുടെ ഉള്ളിൽ അതിന് സ്വർഗാരോഹണം എന്ന പേര് അറിവായി സ്നേഹമായി പോകുന്ന ഒരു ദൈവത്തെ അവതരിപ്പിച്ചിട്ടല്ല അവിടുന്ന് സ്വർഗാരോപിതനായത്. പെന്തക്കോസ്ത് തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ എന്താണ്, ആരാണ് പരിസ്ഥിതിത്വം എന്ന് നമ്മൾ ചോദിക്കും. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കണം. അത് പിതാവിന്റെ ഹൃദയാഭിലാഷങ്ങളുടെ ആത്യന്തിക ആവിഷ്കാരമായി പരസ്പര സ്നേഹത്തിലും അറിവിലും നിലനിൽക്കുന്ന കൂട്ടായ്മയും സാന്നിധ്യാനുഭവവും അഗ്നി പോലെ ആന്തരികതയെ ശുദ്ധീകരിച്ച് പ്രകാശിപ്പിക്കുന്ന സജീവ സാന്നിധ്യം തീനാളുകൾ പോൽ ഇറങ്ങി വന്ന് നമ്മുടെ നാവുകൾക്ക് പകരം നിൽക്കുന്ന സാന്നിധ്യം ഭാഷകളുടെ അതിർത്തികളെ അതിലംഘിക്കുന്ന അറിവിൻ്റെ സാന്നിധ്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത്, അതായത് അവാച്യമായത് വാചാലമാക്കുന്ന സാന്നിധ്യം. അത് നമ്മെ ഉള്ളിൽ നിന്നും നവീകരിക്കുന്നു, പുതുതാക്കുന്നു. അത് നമ്മുടെ ആത്മാവിനെ മർത്യതയുടെ തലത്തിൽ നിന്നും അമർത്യതയുടെ തലത്തിലേക്ക് നയിക്കുന്നു. ഈ പറഞ്ഞതൊക്കെ എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചേക്കാം. ഇതുവരെ വിവരിച്ച ദൈവസാന്നിധ്യത്തെ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്നത് വരെ ഈ വലിയ രഹസ്യത്തെ ആന്തരികതയിൽ അനുഭവിച്ചുകൊണ്ട് ഈ വലിയ തിരുനാൾ നമുക്ക് ആഘോഷിക്കാം. ഏവർക്കും പെന്തക്കോസ്ത് തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തായിൽ, CST.